ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കോംപ്ലക്സ് നമ്പേഴ്സിന് അതിന്റെ പോളാർ ഫോമിൽ എഴുതി. പോളാർ ഫോമിൽ എഴുതാൻ രണ്ട് കാര്യങ്ങൾ പഠിച്ചു, മോഡുലസും ആർഗ്യുമെന്റും. മോഡുലസ് എന്താണെന്ന് പഠിച്ചു, ആർഗ്യുമെന്റ് എന്താ പഠിച്ചു. ഒരു കോംപ്ലക്സ് നമ്പർ നമ്മൾ കോംപ്ലക്സ് പ്ലെയിൻ, അങ്ങനെ പ്ലെയിൻ ഇല്ലേ, ആർഗൻ പ്ലെയിൻ, അതിൽ വരച്ചു കഴിഞ്ഞാൽ, പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനിൽ നിന്ന് ആ കോംപ്ലക്സ് നമ്പർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് മോഡുലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എക്സ് ആക്സിസ്, റിയൽ ആക്സിസ് എന്ന് പറയാം നമ്മൾ കോംപ്ലക്സ് പ്ലെയിനിൽ. ഇത് വൈ ആക്സ് അഥവാ ഇമാജിനറി ആക്സിസ്. ഇവിടെ നമ്മൾ സെഡ് എന്ന ഒരു കോംപ്ലക്സ് നമ്പർ എടുത്തു, ഇവിടുന്ന് ഒരു ലൈൻ ഒറിജിനിലേക്ക് വരച്ചു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ മോഡുലസ് എന്ന് പറയാം. ഈ ഡിസ്റ്റൻസ് വരച്ചു കഴിഞ്ഞാൽ അത് എക്സ് ആക്സ് ആയിട്ട് ഒരു ആംഗിൾ ഉണ്ടാക്കും, നമ്മൾ തീറ്റ എന്ന് വിളിക്കും. അതിന്റെ പേരാണ് ആർഗ്യുമെന്റ്. നമ്മൾ കഴിഞ്ഞ ദിവസം മോഡുലസും ആർഗ്യുമെന്റും കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇനി അതിന്റെ കോർഡിനേറ്റ് ഒക്കെ നോക്കി കോംപ്ലക്സ് നമ്പർ പ്ലോട്ട് ചെയ്ത് ഒക്കെ പഠിച്ചു. അതിനുശേഷം അതിന്റെ പോളാർ ഫോം എഴുതാനും പഠിച്ചു. പോളാർ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഇപ്പോൾ z ഈക്വൽസ് a പ്ലസ് ഐ ബി ആണെങ്കിൽ അതിന്റെ പോളാർ ഫോം എന്താ? z ഈക്വൽസ് മോഡ് z ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ആണ്. അപ്പൊ ഇതാണ് പോളാർ ഫോം. ഇതൊക്കെ നമ്മൾ അപ്പോൾ ഇതിൽ ഈ പോളാർ ഫോമിൽ നമുക്ക് വേണ്ടത് മോഡ് സെഡും തീറ്റയും മാത്രമാണ്. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ പോളാർ ഫോം ആയി. നമ്മൾ കുറച്ച് പ്രോബ്ലം ചെയ്തു, കുറച്ചും കൂടിയും പ്രോബ്ലംസ് ചെയ്യാം. കഴിഞ്ഞ കൺവേർഷൻ ആണ്. അപ്പോൾ കുറച്ച് ചെയ്തിട്ട് അടുത്ത ഭാഗത്തേക്ക് പോവാം. എഴുതിക്കോ, express the following complex numbers in polar form. അപ്പോൾ താഴെ പറയുന്ന കോംപ്ലക്സ് നമ്പേഴ്സിനെ പോളാർ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. ഇൻ പോളാർ ഫോം z ഈക്വൽസ് 1 plus 7i 1 plus 7i by 2 minus i all squared. കഴിഞ്ഞ ദിവസം ചെയ്തോ അത്? ഇല്ല, അത് ചെയ്താലും കുഴപ്പമില്ല, നമുക്ക് ഒന്നുകൂടി ചെയ്യാം. നല്ല ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈക്വൽസ് 1 plus 7i. നമുക്ക് പോളാർ ഫോം അല്ല, എന്ത് കാണണമെങ്കിലും അതിനെ സ്റ്റാൻഡേർഡ് ഫോമിലാക്കണം. ഇത് സ്റ്റാൻഡേർഡ് ഫോമിലല്ല. അപ്പൊ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലാക്കാം. ആദ്യം താഴത്തെ 2 minus a all squared മാറ്റാം. ഇത് a minus b all squared ഫോമിലാണ്. അപ്പൊ a squared minus 2ab 2 into y 4i plus i squared എന്ന് വരും. ഈക്വൽസ് 1 plus 7i divided by 4 minus 4i minus 1, കാരണം i squared -1 ആണ്. ഈക്വൽസ് 1 plus 7i divided by 3 minus 4i. 4 minus 1, 3 minus 4i. ഇപ്പോഴും ഇത് സ്റ്റാൻഡേർഡ് ഫോമിൽ ആയിട്ടില്ല. സ്റ്റാൻഡേർഡ് ഫോമിൽ ഒരു ഐ ഉണ്ടാവാൻ പാടുള്ളൂ, ആ ഐ ന്യൂമറേറ്റർ ആയിരിക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിന്റെ കോൺജ്യൂട്ട് ഉപയോഗിച്ച് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 plus 7i into 3 plus 4i divided by 3 minus 4i into 3 plus 4i എന്ന് കിട്ടി. ഈക്വൽ നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. 3 പ്ലസ് 1 into 3 3 പ്ലസ് 4i പ്ലസ് 21i, ശരിയല്ലേ? 7 into 3 പ്ലസ് 28i സ്ക്വയർഡ് ഡിവൈഡഡ് ബൈ, അപ്പോൾ ശരിയാണല്ലോ, 3 പ്ലസ് 4i പ്ലസ് 21i പ്ലസ് 28i സ്ക്വയർഡ്. താഴെ നിങ്ങൾ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കോംപ്ലക്സ് നമ്പറും അതിന്റെ കോൺജുഗേറ്റും മൾട്ടിപ്ലൈ ചെയ്ത് വരും. അപ്പോ അതിന്റെ പ്രൊഡക്ഷൻ എന്താ? a square plus b squared അഥവാ 3 squared plus 4 squared. ഇവിടെ സ്ക്വയർ ഓഫ് റിയൽ പാർട്ട് പ്ലസ് സ്ക്വയർ ഓഫ് ഇമാജിനറി പാർട്ട് ഈക്വൽ 3 plus 25i എന്നല്ലേ വരിക? 4i plus 21i 25i minus 28. അപ്പൊ അത് നിങ്ങൾക്ക് പരിചയമായി കഴിഞ്ഞു. i squared -1 ആണ്. അപ്പൊ അങ്ങനെ കിട്ടി. ഡിവൈഡഡ് ബൈ, ഇത് നിങ്ങൾക്ക് നേട്ടല്ലോ, ഇത് 9 plus 16 25 ആണ് ശരിക്കും. അത് നമുക്ക് കാര്യം ചെയ്യാം. 3 minus 28 എന്താ? -25 plus 25i divided by 25. സ്പ്ലിറ്റ് ആക്കാം. -25 by 25 plus 25i by 25. നമുക്ക് എന്ത് കിട്ടും? -1 plus i എന്ന് കിട്ടും. ഇതാണ് ഈ കോംപ്ലക്സ് നമ്പറിന്റെ സ്റ്റാൻഡേർഡ് ഫോം. പക്ഷെ ചോദ്യം സ്റ്റാൻഡേർഡ് ഫോം അല്ല, പോളാർ ഫോം ആണ്. നമുക്ക് കാര്യം ചെയ്യാം, -1 plus i എന്ന് എന്തായാലും കിട്ടിയില്ലോ. ഇത് അതിന്റെ സ്റ്റാൻഡേർഡ് ഫോം ആണ്. ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് ഏത് കറസ്പോണ്ടിങ് പോയിന്റ് ആണ് കാർട്ടീഷ്യൻ പ്ലെയിനിലത്തെ? -1 plus i എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിന് ഈക്വലന്റ് ആണ്. അത് ഏത് പോയിന്റിന് ഈക്വലന്റ് ആണ്? -1 1 അല്ലേ? അപ്പൊ ഇത് ഏത് ക്വാഡ്രന്റിലാ ഈ കോംപ്ലക്സ് നമ്പർ? എക്സ് നെഗറ്റീവും y പോസിറ്റീവും സെക്കൻഡ് ക്വാഡ്രന്റ് അല്ലേ? എക്സ് നെഗറ്റീവ് y പോസിറ്റീവ് സെക്കൻഡ് ക്വാഡ്രന്റ്. ഓക്കെ, ഇനി പോളാർ ഫോം എഴുതാം. പോളാർ ഫോം ഈസ് എന്താണ്? z ഈക്വൽസ് മോഡ് z പ്ലസ് ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. അപ്പൊ നമുക്ക് പോളാർ ഫോം ഇങ്ങനെയാണ് എഴുതേണ്ടത്. അതിൽ മോഡ് സെഡ് ആവശ്യമുണ്ട്, തീറ്റ ആവശ്യമുണ്ട്. രണ്ടും കണ്ടുപിടിക്കാം. മോഡ് സെഡ് ആദ്യം കണ്ടുപിടിക്കാം.
mod z equals root of a square plus b square. അപ്പം എന്ത് വരും 1 squared plus 1 squared. നെഗറ്റീവ് ഒന്നും വേണ്ട കേട്ടോ, കാരണം നെഗറ്റീവ് സ്ക്വയർ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആയിക്കോളും. ഈക്വൽസ് റൂട്ട് 1 പ്ലസ് 1 റൂട്ട് 2 എന്ന് കിട്ടും. ഇനി നമുക്ക് തീറ്റ കണ്ടുപിടിക്കാം. അതിനെന്ത് ചെയ്യണം? ആദ്യം tan ആൽഫ എന്ന് എഴുതണം. ഈക്വൽസ് മോഡ് ബി ബൈ എ ഈക്വൽസ് മോഡ് ബി എന്താ 1 ബൈ നെഗറ്റീവ് 1 1 ബൈ നെഗറ്റീവ് 1 നെഗറ്റീവ് 1 അതിന്റെ മോഡ് 1 ആണ്. അപ്പൊ tan ആൽഫ ഈക്വൽസ് 1. അപ്പൊ ആൽഫ പൈ ബൈ 4 ആണ്, കാരണം ടാന്റെ കൂടെ പൈ ബൈ 4 വരുമ്പോഴാണ് 1 ആവുക. tan പൈ ബൈ 4 11. ഈ തീറ്റ അല്ല, ഐ മീൻ ആൽഫ അല്ല നമ്മുടെ തീറ്റ. ആൽഫ നമ്മൾ തീറ്റ കാണാനുള്ള ഒരു സൂത്രം കണ്ടുപിടിക്കുന്നതാണ്. തീറ്റ ഈക്വൽ, ഇനി ക്വാഡ്രന്റ് നോക്കുക. ഈ തീറ്റയാണ് ആർഗ്യുമെന്റ്. നെഗറ്റീവ് 1 പ്ലസ് ഐ ഏതാ ക്വാഡ്രന്റ്? സെക്കൻഡ് ക്വാഡ്രന്റിൽ തീറ്റ എന്താ? 5 മൈനസ് ആൽഫ ആണ്. അപ്പൊ 5 മൈനസ് 5/4 ഈക്വൽസ് 3π/4 എന്ന് കിട്ടും. നമുക്ക് എന്ത് കിട്ടി? മോഡ് സെഡ് കിട്ടി, തീറ്റ കിട്ടി. ഇതെന്ത് ചെയ്യാം? പോളാർ ഫോം എഴുതാം. z ഈക്വൽസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി റൂട്ട് 2. മോഡ് സെഡിന് പകരം റൂട്ട് 2 ഇൻറ്റു കോസ് 3π/4 പ്ലസ് ഐ സൈൻ 3π/4. ഇത്രയുള്ള കാര്യമുള്ളൂ. ക്ലിയർ അല്ലേ ഇത്? അപ്പൊ നമുക്ക് പോളാർ ഫോം രണ്ടുമൂന്ന് ചെയ്യാം. അതിനുശേഷം പ്രോപ്പർട്ടീസ് ചെയ്യാം, പിന്നെ കോംപ്ലക്സ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ചെയ്യാം, പിന്നെ സ്ക്വയർ റൂട്ട് ചെയ്യാം. അപ്പൊ വേഗം ചെയ്തോ. ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞോ, നമുക്ക് സ്പീഡിൽ പോവാം. നിങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. വേഗം ചെയ്തോ. എല്ലാത്തിനും ഈ പ്രോസസ്സ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കോംപ്ലക്സ് നമ്പർ സ്റ്റാൻഡേർഡ് ഫോമിൽ തരാനുള്ള സാധ്യത വളരെ കുറവാണ്. പകരം ഇതുപോലെ ഒരു കോംപ്ലക്സ് നമ്പർ തരും, എന്നിട്ട് നിങ്ങൾ അതിനെ സ്റ്റാൻഡേർഡ് ഫോമിലാക്കണം, എന്നിട്ട് അതിനെ പോളാർ ഫോമിലാക്കണം. അതിനുവേണ്ടി നിങ്ങൾ മോഡുലസും കാണണം, ആർഗ്യുമെന്റും കാണണം. മോഡുലസും ആർഗ്യുമെന്റും തിരിച്ചു ചോദിക്കാനും സാധ്യതയുണ്ട്. ഫൈൻഡ് ദ മോഡുലസ് ആർഗ്യുമെന്റ് എന്ന് ചോദിക്കാം. രണ്ട് സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ മോഡുലസും ആർഗ്യുമെന്റും മതി എങ്കിൽ ഇവിടെ വെച്ച് നിർത്താം. പോളാർ ഫോം വേണമെങ്കിലോ ഒരു സ്റ്റെപ്പ് കൂടുതൽ, ജസ്റ്റ് ഒരു സ്റ്റെപ്പ് കൂടുതൽ, അത്രേ ഉള്ളൂ. അപ്പൊ പോളാർ ഫോമിൽ നമ്മൾ കോംപ്ലക്സ് നമ്പറിനെ എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേഗം വേഗം ചെയ്തോ. കഴിഞ്ഞോ? ഓക്കെ, അടുത്തത്. അപ്പോ പ്രോബ്ലം നമ്മൾ എഴുതിയിട്ടുണ്ട് എക്സ്പ്രസ് ഇൻ പോളാർ ഫോം. അടുത്തത് -16 z ഈക്വൽസ് -16/1 + i√3. ഇതൊക്കെ നമ്മൾ ഒരിക്കൽ ചെയ്ത പ്രോബ്ലം ആണ്. പോളാർ ഫോമിലാക്കാനല്ല, സ്റ്റാൻഡേർഡ് ഫോമിലാക്കാൻ. അപ്പോ -16 z ഈക്വൽസ് -16/1 + i√3. നമുക്ക് കാര്യം ചെയ്യാം. ഇതിനെ പോളാർ ഫോം ആക്കണമെങ്കിൽ മോഡുലസും ആർഗ്യുമെന്റും കാണണം. അത് കാണണമെങ്കിൽ ആദ്യം ഇത് സ്റ്റാൻഡേർഡ് ഫോമിൽ ആവണം. അപ്പൊ അതിനെ ഡിവൈഡ് ചെയ്യാം.
ആദ്യം നമ്മൾ മാറ്റി എഴുതാം. -16/1 പ്ലസ് ഇതിനെ √3i എന്ന് എഴുതാം. നമുക്ക് അതാണ് പരിചയം. ഈക്വൽസ് -16 ഡിവൈഡഡ് ബൈ 1 പ്ലസ് √3i. താഴെയും മുകളിൽ എന്ത് ചെയ്യാം? 1 മൈനസ് √3i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 മൈനസ് √3i ഈക്വൽസ് -16 അവിടെ നിന്നോട്ടെ, 1 മൈനസ് √3i അവിടെ നിന്നോട്ടെ, ലാസ്റ്റ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ഡിവൈഡഡ് ബൈ 1 സ്ക്വയർഡ് പ്ലസ് √3 സ്ക്വയർഡ്. അത് മനസ്സിലായിണ്ടാവുമല്ലോ. താഴത്തെ വരുന്നത് ഒരു കോംപ്ലക്സ് നമ്പറും അതിന്റെ കോൺജുഗേറ്റുമാണ്. അവ മൾട്ടിപ്ലൈ ചെയ്താൽ എപ്പോഴും കിട്ടുന്നത് എന്താ? സ്ക്വയർ ഓഫ് റിയൽ പാർട്ട് പ്ലസ് സ്ക്വയർ ഓഫ് ഇമാജിനറി പാർട്ട് എന്നാണ് കിട്ടുക. തുടർന്ന് നമുക്ക് ചെയ്യാം. ഈക്വൽസ് -16 ഇൻറ്റു 1 മൈനസ് √3i ബൈ 1 പ്ലസ് 3 എന്ന് കിട്ടും. 1 സ്ക്വയർ 1, √3 സ്ക്വയർ 3 ഈക്വൽസ് -16 അവിടെ നിൽക്കട്ടെ. 1 മൈനസ് √3i ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും. ഈ 4 16 വെട്ടിപ്പോവും 4 ടൈംസ്. അതുകൊണ്ടാണ് ഞാൻ ഗുണിക്കാണ്ടിരുന്നത് മുമ്പ്. ഈക്വൽസ് -4 ഇൻറ്റു 1 അങ്ങനെ കിട്ടി, പ്ലസ് 4√3i എന്ന് കിട്ടി. -4 പ്ലസ് 4√3i. അപ്പോ ഇത് സ്റ്റാൻഡേർഡ് ഫോമിലായി അല്ലേ? ഇത് റിയൽ പാർട്ട്, ഇത് ഇമാജിനറി പാർട്ട്. ഇനി പോളാർ ഫോം എഴുതാം. പോളാർ ഫോം അതാണ് ചോദ്യം. ഈസ് z ഈക്വൽസ് mod z ഇൻറ്റു കോസ് തീറ്റ പ്ലസ് i സൈൻ തീറ്റ. മോഡ് z എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് a സ്ക്വയർഡ് പ്ലസ് b സ്ക്വയർഡ് ആണ്. എന്ന് പറഞ്ഞാൽ 4ന്റെ സ്ക്വയർ, -4 എന്നുള്ള അർത്ഥമല്ലേ, കാരണം -4ന്റെ സ്ക്വയർ പോസിറ്റീവ് ആവുമല്ലോ. പ്ലസ് 4√3 സ്ക്വയർഡ് ഈക്വൽസ് റൂട്ട് ഓഫ് 16 പ്ലസ് 16 ഇൻറ്റു 3. 4ന്റെ സ്ക്വയർ 16, √3 സ്ക്വയർ 3 ഈക്വൽസ് റൂട്ട് ഓഫ് 16 പ്ലസ് 48 അല്ലേ? ഈക്വൽസ് എന്ത് കിട്ടും? √64 ഈക്വൽസ് 8 എന്ന് കിട്ടും. ശരിയല്ലേ? 16 ഇൻറ്റു 3 അത് ക്ലിയർ അല്ലേ? ഇത് ഓപ്പറേഷൻ ക്ലിയർ അല്ലേ? 4 √3 സ്ക്വയർ ആണ് എന്താ ചെയ്യേണ്ടത്? 4നെ സ്ക്വയർ ചെയ്യണം, √3 സ്ക്വയർ ചെയ്യണം. 4ന്റെ സ്ക്വയർ 16, √3 സ്ക്വയർ 3, 8 എന്ന് കിട്ടി. ഇനി ആർഗ്യുമെന്റ് കാണണം. അതിന് ടാൻ ആൽഫ കാണാം. മോഡ് ബി ബൈ എ എന്നാണത്. ഈക്വൽസ് മോഡ് ബി എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ടാണ്. അത് 4√3 ആണ് ഇവിടെ. 4√3 ബൈ -4 എന്ന് കിട്ടും. 4 വെട്ടിപ്പോയി, -√3 ആണ്. പക്ഷെ മോഡൽ കൊണ്ട് അത് പോസിറ്റീവ് ആവും. ടാൻ എപ്പോഴാണ് √3 ആവുക? ആൽഫ ഈക്വൽസ് π/3 ആവുമ്പോഴാണ്. ശരിയല്ലേ? ആൽഫ ഈക്വൽസ് π/3. ഇനി നമ്മൾ എന്ത് ചെയ്യണം? തീറ്റ കണ്ടുപിടിക്കണം. ഇത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവൂത്. ഇത് ഏതാ ക്വാഡ്രന്റ്? എക്സ് നെഗറ്റീവും വൈ പോസിറ്റീവും. ഏതാ ക്വാഡ്രന്റ്? എക്സ് നെഗറ്റീവ്, വൈ പോസിറ്റീവ്. അപ്പോ സെക്കൻഡ് ക്വാഡ്രന്റ് അല്ലേ? അപ്പൊ എന്താണ് തീറ്റ? π മൈനസ് ആൽഫ ആണ്. ഈക്വൽസ് π മൈനസ് π/3 ആണ്. ഈക്വൽസ് 2π/3 എന്ന് കിട്ടും അല്ലെ? 3π മൈനസ് π 2π/3. മോഡുലസും ആർഗ്യുമെന്റുമാണ് ചോദ്യമെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം. പോളാർ ഫോം ആണെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടി എടുത്തെഴുതണം. പോളാർ ഫോം z ഈക്വൽസ് 8 ഇൻറ്റു ഏത്? മോഡ് z ഇൻറ്റു കോസ് 2π/3 പ്ലസ് i സൈൻ 2π/3 എന്ന് എഴുതിച്ച് അവിടെ നിർത്തുക. വേറെ എക്സ്പാൻഷൻ ഒന്നും പാടില്ല, വാല്യൂ ആണെന്നും പോകാൻ പാടില്ല, അത്ര മതി. ചെയ്തോ? അപ്പൊ അതിൽ വരുന്ന വലിയ വലിയ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോഡുലസ് ആൻഡ് ആർഗ്യുമെന്റ് ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആയി ഉണ്ടാവും. നമുക്കൊരു വലിയ ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം, എന്നിട്ട് അതിന്റെ അടുത്ത ഭാഗത്തേക്ക് പോവാം. ചെയ്ത് കഴിയുമ്പോൾ സ്പീഡിൽ ചെയ്തോ? ചെയ്ത് കഴിയുമ്പോൾ പറയും.
നിങ്ങൾ ടാൻ്റെ വാല്യൂ പഠിച്ചു വെക്കണം. ശരിക്കും പറഞ്ഞാൽ 7 ആംഗിൾസിൽ പഠിക്കാം. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നത് tan 0 0, tan pi/6 1/√3, tan pi/4 1, tan pi/3 √3, tan 90 ഇൻഫിനിറ്റി, tan pi/2 ഇൻഫിനിറ്റി. ഇത് കൂടാതെ 15ലും 75ലും നിങ്ങൾ ചെയ്യണം. നമ്മളത് ട്രിഗണോമെട്രിയിൽ ചെയ്തിട്ടുണ്ട്. tan 15 ഡിഗ്രി, tan 75 ഡിഗ്രി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് പ്രൂവ് ചെയ്യുന്നില്ല, പക്ഷെ എന്നാൽ എഴുതി വെക്കണം. അപ്പോൾ ഒരു പ്രോബ്ലം ചെയ്തിട്ട് നമുക്ക് അത് അവസാനിപ്പിക്കാം. അപ്പോൾ കഴിഞ്ഞോ? അത് വേണം ചെയ്യും. ഓക്കെ, അടുത്ത് കുറച്ച് കുഴപ്പം പിടിച്ച ഒരു കോംപ്ലക്സ് നമ്പറാണ്. നമുക്കതിനെ ചെയ്യാം. അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യും. നോക്കൂ, നിങ്ങൾക്കിപ്പോൾ tan ആൽഫ = √3 എന്ന് പറഞ്ഞാൽ ആൽഫ pi/3 ആണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. അതുപോലെ tan ആൽഫ = 1 എന്നാൽ ആൽഫ = pi/4 എന്ന് പെട്ടെന്ന് മനസ്സിലാവും. എന്നാൽ tan ആൽഫ = √3 + 1/√3 - 1 എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ട്രിഗണോമെട്രി പഠിച്ചതാണ്, മനസ്സിലാവും. അത് പഠിച്ചു വെക്കണം. ആൽഫ = 5 pi/12 ആണ് എന്ന് പറഞ്ഞാൽ 75 ആണ്, 75 ഡിഗ്രി ആണ്. അതുപോലെ tan ആൽഫ = √3 - 1/√3 + 1 എന്ന് കണ്ടാൽ ആൽഫ = pi/12 അഥവാ 15 ഡിഗ്രി, 15 ഡിഗ്രിയുമാണ്. ഇത് എഴുതിയിട്ട് ബോക്സിൽ ഇട്ടോ. tan ആൽഫ = √3 + 1/√3 - 1, then alpha = 5 pi/12. പിന്നെ tan alpha = √3 - 1/√3 + 1, alpha = pi/12. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് അറിഞ്ഞു വെച്ചിട്ടാണ് നമ്മൾ ഇനി പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. ശരി, പ്രോബ്ലം എഴുതിക്കോ. z = I - 1. അതായത് പോളാർ ഫോം ഏതാണ്? I - 1. അപ്പൊ കുറച്ച് ഓപ്പറേഷൻ സ്കൂൾ വരും. അപ്പൊ രസമുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. z = I - 1 / cos pi/3 plus I sin pi/3. ഇങ്ങനെ കാണുമ്പോൾ ഇതിനെയാണ് നമുക്ക് പോളാർ ഫോമിലാക്കേണ്ടത്. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇത് പോളാർ ഫോം ആണോ എന്നൊക്കെ വിചാരിച്ചു പോകും. അങ്ങനെയല്ല, പോളാർ ഫോം സ്റ്റാൻഡേർഡ് ഫോം തന്നെയാണ്. അതിൽ ഒരു ഐ ഉണ്ടാവുള്ളൂ, അത് ന്യൂമറേറ്ററിലായിരിക്കും. ഇവിടെ 2 ഐ ഉണ്ട്, ഒരെണ്ണം താഴെ ഒരു മുകളിലാണ്. അപ്പൊ നമുക്ക് ഇതിനെ ആദ്യം പോളാർ ഫോം ആക്കണമെങ്കിൽ മോഡുലസും ആർഗ്യുമെന്റും കണ്ടുപിടിക്കണം. അതിനെ സ്റ്റാൻഡേർഡ് ഫോമിലാക്കണം. ഇത് സ്റ്റാൻഡേർഡ് ഫോമിലല്ല. അപ്പൊ എന്താ ചെയ്യുക? I - നമുക്ക് -1 + I എന്ന് എഴുതാം. നമ്മൾ അങ്ങനെ എഴുതാറ്. റിയൽ പാർട്ട് ആദ്യം, പിന്നെ ഇമാജിനറി പാർട്ട്, ഡിവൈഡഡ് ബൈ എന്താ cos pi/3 1/2 അല്ലേ, പ്ലസ് I ഇൻറ്റു എന്താ sin pi/3 √3/2 അല്ലേ, അതെന്നെ ഈക്വൽ -1 + I ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സെയിം അല്ലേ. അപ്പൊ നമുക്ക് നേരെ ആഡ് ചെയ്യാലോ. 1 പ്ലസ് ഞാൻ ഈ I √3I എന്നതാണ്, അത് കുഴപ്പമില്ല, അത് നല്ലതല്ലേ, /2. ഓക്കെ ആണല്ലോ. ഇതൊരു റാഷണൽ ഫംഗ്ഷൻ ആണ്, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? മറിച്ചിട്ട് ഗുണിക്കും. നിങ്ങൾക്ക് അറിയാം. അപ്പൊ -1 + I ഇൻറ്റു 2/1 + √3I എന്ന് കിട്ടും. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് -2 + 2I ഡിവൈഡഡ് ബൈ 1 + √3I എന്ന് കിട്ടും. -2 + 2y/1 + √3I. ഇപ്പോഴും സ്റ്റാൻഡേർഡ് ഫോം ആയോ? ഇല്ല, സ്റ്റാൻഡേർഡ് ഫോം ആയില്ല. നമുക്ക് വീണ്ടും അതിനെ ഡിവൈഡ് ചെയ്യാം. അപ്പൊ -2 + 2I ഇൻറ്റു താഴത്തെ ആളുടെ കോൺജുഗേറ്റ് എടുക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. 1 - √3I ഡിവൈഡഡ് ബൈ 1 + √3I ഇൻറ്റു 1 - √3I ഈക്വൽസ് -2 + 2√3I + 2I - 2√3I സ്ക്വയർഡ്. 2 × √3 2√3 I × I². അപ്പൊ താഴെ ഒന്നും ചെയ്യാൻ പാടില്ല. 1² + √3² എന്ന് അങ്ങനെ എഴുതിക്കോളാം. ഓക്കെ അല്ലേ? ഈക്വൽസ് -2 പ്ലസ് ഇവിടെ 2I. നമുക്ക് കാര്യം ചെയ്യാം, I പുറത്തേക്ക് എടുക്കാം. അപ്പൊ എന്ത് കിട്ടും? വേണമെങ്കിൽ 2 പുറത്തേക്ക് എടുക്കാം. 2 + 2√3I എന്ന് കിട്ടില്ലേ?
ഇല്ലേ? ഇതിൽ നമുക്ക് ചെയ്തത് നെഗറ്റീവ് 2 നെഗറ്റീവ് പോസിറ്റീവ് 2√3i 2y into 1 2y 2y into നെഗറ്റീവ് കിട്ടി 2√3i² ഒക്കെ ശരിയല്ലേ? ഇവിടെ നിന്ന് നെഗറ്റീവ് 2 അവിടെ നോട്ടെ 2√3i പ്ലസ് 2i i പുറത്തേക്ക് എടുക്കും. വേണമെങ്കിൽ 2y പുറത്തേക്ക് എടുക്കാം, അവിടെ നിൽക്കട്ടെ. ഇതിനെ പ്ലസ് 2√3 എന്ന് എഴുതാം. നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടാന്ന് വിചാരിക്കണോ? എങ്ങനെ 2√3 ആയത്? i² നെഗറ്റീവ് ആണ്. ഡിവൈഡഡ് ബൈ 1 പ്ലസ് 3. അപ്പൊ വലിയ ഓപ്പറേഷൻസ് വരുന്നത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് അറിയാത്തൊന്നുമില്ല. ഈക്വൽ ഈ 2√3 ഇവിടെ ഉണ്ടല്ലോ, അതിനെ ആദ്യം എഴുതാം. നമുക്ക് ആദ്യം എഴുതാം. അപ്പൊ 2√3 മൈനസ് 2 എന്ന് എഴുതിയും കുഴപ്പമുണ്ടാവും. രണ്ടും റിയൽ നമ്പേഴ്സ് ആണോ? 2√3 ആദ്യം എഴുതി, മൈനസ് 2 എന്ന് എഴുതി. ഓക്കെ ആണോ? പ്ലസ് ഇതിന് മാറ്റി എഴുതി ഭംഗിക്ക് വേണ്ടിയിട്ട് 2√3 പ്ലസ് 2 എന്ന് എഴുതി. നല്ല കുഴപ്പമുണ്ടോ? അത് പ്ലസും ബി പ്ലസ് ഒക്കെ സെയിം അല്ലേ? ഇൻറ്റു i ബൈ 4. എന്നിട്ട് ഇവിടുന്ന് 2 പുറത്തേക്ക് എടുത്തു. 2 ഇൻറ്റു √3 മൈനസ് 1 പ്ലസ് 2 ഇൻറ്റു √3 പ്ലസ് 1 i ബൈ 4. നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം, രണ്ടാക്കാം. അപ്പൊ എന്ത് കിട്ടും? 2 ഇൻറ്റു √3 മൈനസ് 1 ബൈ 4 പ്ലസ് 2 ഇൻറ്റു √3 പ്ലസ് 1 ബൈ 4 i. തിരിച്ചു കൊടുത്തു. ഈ 2 വെട്ടിപ്പോലെ, ഇവിടെ 2 ടൈംസ് വെട്ടിപ്പോലെ, 2 ടൈംസ് ഇപ്പോൾ എന്ത് കിട്ടും? √3 മൈനസ് 1 ബൈ 2 പ്ലസ് √3 പ്ലസ് 1 ബൈ 2 i. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഫോം ആയി. ഒന്ന് നോക്കി മനസ്സിലായെന്ന്. ആദ്യം cos π/3 sin π/3 വാല്യൂ എഴുതി 1/2 √3/2. ഡിനോമിനേറ്റർ സെയിം ആണ്, ആഡ് ചെയ്തു. റെസിപ്രോക്കൽ ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി. ഇവിടെ നിന്നാണ് പ്രശ്നം ആരംഭിച്ചത്. താഴെ മുകളിലും കോൺജുഗേറ്റ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ -2 പ്ലസ് ആവാൻ കാരണം മനസ്സിലായി, 2√3i 2i ബൈ ഒക്കെ മനസ്സിലായി. ഇവിടെ i കോമൺ ആ, അത് പുറത്തേക്ക് എടുത്താണ് ഈ കണ്ടത്. അതുപോലെ i² -1 ആണ്. ഈ ടൈം ആദ്യം എഴുതി, പിന്നെ ഇത് കുഴപ്പമില്ലല്ലോ. അപ്പൊ ഒരു പാറ്റേൺ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തുള്ളത്. 2√3 മൈനസ് 2 2√3 പ്ലസ് 2 എഴുതി സ്പ്ലിറ്റ് ചെയ്തു. ഇപ്പോഴാണ് ഇത് സ്റ്റാൻഡേർഡ് ഫോം ആയത്. ഇത് റിയൽ പാർട്ട്, ഇത് ഇമാജിനറി പാർട്ട്. ഓക്കെ ആണോ? ഇനി നമുക്ക് എന്താ വേണ്ടത്? പോളാർ ഫോം എഴുതണം. പോളാർ ഫോം, സ്റ്റാൻഡേർഡ് ഫോം അല്ല വേണ്ടത്, പോളാർ ഫോം. ഇതിന്റെ സ്റ്റാൻഡേർഡ് ഫോം തന്നെ പണിയണം അത്യാവശ്യം. പോളാർ ഫോം എന്താ? z ഈക്വൽസ് മോഡ് z ഇൻറ്റു കോസ് തീറ്റ പ്ലസ് i സൈൻ തീറ്റ. ഇനി നമുക്ക് മോഡ് z കാണാം. ഈക്വൽസ് റൂട്ട് ഓഫ് റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ. അപ്പൊ എന്ത് വരും? √3 മൈനസ് 1 ബൈ 2 ഓൾ സ്ക്വയർ പ്ലസ് √3 പ്ലസ് 1 ഓൾ സ്ക്വയർ ബൈ 2 എന്ന് വരും. ഈക്വൽസ് റൂട്ട് ഓഫ് ഞാൻ തിരിച്ചെഴുതാണ്, √3 മൈനസ് 1 ഓൾ സ്ക്വയർ ബൈ 4 എന്ന് എഴുതാലോ. രണ്ടാൾക്ക് സ്ക്വയർ കൊടുക്കണമല്ലോ. മുകളിലത്തെ സ്ക്വയർ എഴുതി, താഴെ സ്ക്വയർ ചെയ്ത് എഴുതി. പ്ലസ് അപ്പൊ ഇവിടെ എന്ത് വരും? √3 പ്ലസ് 1 ഓൾ സ്ക്വയർ ബൈ 4 എന്ന് കിട്ടും. ഈക്വൽസ് റൂട്ട് ഓഫ് ഇത് a മൈനസ് ബി ഓൾ സ്ക്വയർഡാ. അപ്പോ 3 എന്താ സംഭവം? 3 എന്ന് വന്നത് a സ്ക്വയർഡ്. a ആരാ? √3 സ്ക്വയർ ആണ് 3 മൈനസ് 2ab. അപ്പൊ 2 ഇൻറ്റു √1 2√3 പ്ലസ് 1 ബൈ 4 പ്ലസ് ഇവിടെയോ 3 പ്ലസ് 2√3 പ്ലസ് 1 ബൈ 4. അപ്പൊ ഇവിടെ ഉപയോഗിച്ചത് a മൈനസ് ബി ഓൾ സ്ക്വയർഡും ഇവിടെ ഉപയോഗിച്ചത് a പ്ലസ് ബി ഓൾ സ്ക്വയർഡാ. ഡിനോമിനേറ്റർ സെയിം ആണല്ലോ, നമുക്ക് നേരെ ആഡ് ചെയ്യാം. ഈക്വൽസ് റൂട്ട് ഓഫ്. നിങ്ങൾ ഇങ്ങനത്തെ പ്രോബ്ലം ചെയ്ത് പഠിക്കണം. ഇപ്പൊ നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന വെച്ചാൽ ഇത് എക്സാമിനേഷന് വരില്ല എന്ന് വെച്ചാൽ ഒഴിവാക്കും. അങ്ങനെ ഒഴിവാക്കരുത്. നിങ്ങൾ പഠിക്കുന്നത് എക്സാമിനേഷന് എഴുതാനോ മാർക്ക് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. പകരം ഇപ്പോ കഴിഞ്ഞ ദിവസം ഈ ഒരു വാട്സപ്പിൽ വീഡിയോ വന്നിരുന്നു. ഒരു കുട്ടിയില്ല, ഒരാള് ഒരു അവാർഡ് വാങ്ങുന്നു. അപ്പൊ അതിന്റെ താഴെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. അവിടെ പഴയ സ്റ്റുഡന്റ് ആണോ, ഏതൊരു കമ്പനി ഡയറക്ടറാണ്. ഇപ്പോ നിങ്ങൾ ബേസ് അതാണ് നിങ്ങളുടെ ഉദ്ദേശം ശരിക്കും പറഞ്ഞു. അല്ലാതെ മാർക്ക് വാങ്ങാനല്ല. ഇപ്പൊ മാർക്ക് സെക്കൻഡറി ആണ്, അറിവാണ് പ്രധാനം. നമുക്ക് നേരെ ആഡ് ചെയ്യാം. 3 മൈനസ് 2√3 എന്നാണത്, അതെ, പ്ലസ് 1 പ്ലസ് 3 പ്ലസ് 2√3 പ്ലസ് 1 ബൈ 4. കാരണം ഡിനോമിനേറ്റർ സെയിം ആണ്, നമുക്ക് നേരെ ആഡ് ചെയ്ത് കളയാം. അപ്പൊ 2√3 വെട്ടിപ്പോവും. ബാക്കി എന്തുണ്ട്? റൂട്ട് ഓഫ് 3 പ്ലസ് 1 4 പ്ലസ് 3 7 പ്ലസ് 1 8 8 ബൈ
4 എന്താ 2. ഞാൻ 8/4 എന്ന് എഴുതാം ഈക്വൽസ് √2 എന്ന് കിട്ടും. ഇപ്പൊ എന്ത് കിട്ടി? മോഡ് സെഡ് കിട്ടി. ഇനി എന്ത് കാണണം? ആൽഫ. അതിനിടയ്ക്ക് നോക്കട്ടെ, ഇത് പോസിറ്റീവാ അല്ലെ? ഇത് പോസിറ്റീവാ, ഇതും പോസിറ്റീവാണ്. √3 - 1 പോസിറ്റീവ് അല്ലേ? √3 അല്ലേ വലുത്? അതെന്നെ. അപ്പോ ഇത് പോസിറ്റീവാണ്, ഇത് പോസിറ്റീവാണ്. ക്വാഡ്രന്റ് ഫസ്റ്റ് ക്വാഡ്രന്റാ. അപ്പൊ തീറ്റ ആൽഫ കിട്ടിയ തീറ്റ കിട്ടും. നമുക്ക് കാര്യം ചെയ്യാം. ടാൻ ആൽഫ ഈക്വൽസ് മോഡ് b/a ഈക്വൽസ് മോഡ് b എന്താ? √3 + 1 by 2 by √3 - 1 by 2. 2 വെട്ടിപ്പോയി. അപ്പോ എന്ത് കിട്ടി? √3 + 1 by √3 - 1. മോഡ് വേണ്ട, കാരണം പോസിറ്റീവ് ആണത്. അപ്പൊ ആൽഫ എന്താ? അതിന് ഞങ്ങൾക്ക് എഴുതി തന്നത് 5π/12. അപ്പൊ എന്ത് കിട്ടി? മോഡുലസ് കിട്ടി, ആൽഫ കിട്ടി. അപ്പൊ തീറ്റ എന്താ? അതന്നെ 5π/12. എന്താ കാരണം? ഫസ്റ്റ് ക്വാഡ്രന്റ് എക്സും വൈയും പോസിറ്റീവ് ആണ്. ഓക്കെ ആണോ? അപ്പോ ഇത്രയും എഴുതി. നിങ്ങൾ ഒരു സ്റ്റെപ്പും കൂടി എഴുതണം. എന്താണത്? പോളാർ ഫോം. മോഡ് സെഡിന് √2 × cos 5π/12 പ്ലസ് I sin 5π/12 എന്ന് എഴുതിയാൽ കഴിഞ്ഞു. മനസ്സിലായത്? ഒരു വലിയ ക്വസ്റ്റൻ ആണ്. അത് ചെയ്ത് പഠിക്കുക. ചെയ്യൂ. ചെയ്ത് കഴിയുമ്പോൾ പറയാം. അതോടുകൂടി പോളാർ ഫോം ആക്കാനുള്ള എല്ലാ പ്രോബ്ലങ്ങളും ചെയ്തു. അതിന്റെ എക്സ്ട്രീം ലെവലില് ഏറ്റവും വലിയ ക്വസ്റ്റൻ അടക്കം ചെയ്തു എന്നർത്ഥം. അത് സ്പീഡിൽ ചെയ്തോ. കുറച്ച് സമയം ആവശ്യമുണ്ട് ശേഖരം ചെയ്യാനായിട്ട്. എന്നാലും ഓക്കെ. വെച്ചിട്ടോ ഇവിടെ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും. ആ കൺഫ്യൂഷൻ ചെയ്ത് തന്നെ തീർക്കണം.
അല്ലാതെ കൺഫ്യൂഷൻ അത് വിട്ടുകളയല്ല രീതി, അതല്ല പഠനം. കൺഫ്യൂഷൻ വരും, അപ്പൊ നമ്മളത് അവിടെ നിർത്തി ആ കൺഫ്യൂഷൻ ഒഴിവാക്കി ചെയ്താണ്ട് പഠിക്കും. ഓക്കെ, ചെയ്ത് കഴിഞ്ഞോ? ചെയ്തോ? കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ട്, കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, സംശയമില്ല. ഓക്കെ, കഴിഞ്ഞു അല്ലേ? ശരി ശരി ശരി, ഓക്കെ. അപ്പൊ അടുത്ത് എഴുതിക്കോ. ഇനിയിപ്പോ നമ്മൾ പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ്. അതിന് ടോപ്പിക് എന്ന് പറയാൻ പറ്റില്ല, അതിന് പക്ഷെ പ്രോബ്ലം വരും, അതാണ് എന്റെ പ്രശ്നം. അപ്പൊ അത് ചെയ്യാം. പ്രോബ്ലംസ് യൂസിങ് പ്രോപ്പർട്ടീസ് ഓഫ് മോഡുലസ്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ടോപ്പിക് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. എന്നിട്ട് അതിൽ കുറച്ച് പ്രോബ്ലം ചെയ്യും, നമുക്ക് ഓർമ്മിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പ്രോബ്ലംസ് യൂസിങ് പ്രോപ്പർട്ടീസ് ഓഫ് മോഡുലസ്. മോഡുലസിന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് കുറച്ച് പ്രോബ്ലം ചെയ്യാനുള്ള പരിപാടിയാണെന്ന് അർത്ഥം. ശരി, അപ്പൊ പ്രോപ്പർട്ടീസ് ഓഫ് മോഡുലസ് ആദ്യം എഴുതാം. ഒന്നാമത് നോക്കൂ, മോഡ് Z1 Z2 എന്ന് പറഞ്ഞാൽ അത് മോഡ് Z1 ഇൻറ്റു മോഡ് Z2 ആണ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി മോഡ് Z1 ബൈ Z2 എന്ന് പറഞ്ഞാൽ അത് മോഡ് Z1 ബൈ മോഡ് Z2 ആണ്. തിരിച്ച് നമുക്ക് ചെയ്യാം. ഈ പ്രോപ്പർട്ടി ആകെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും മാത്രമേ ഉള്ളൂ, സബ്ട്രാക്ഷനും അഡീഷനും ഈ പ്രോപ്പർട്ടി ഇല്ല. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ആരെ എഴുതാണ്, മോഡ് ഓഫ് Z1 പ്ലസ് Z2 ഈക്വൽസ് മോഡ് Z1 പ്ലസ് മോഡ് Z2 എന്ന് എഴുതിയാൽ അത് മണ്ടകാച്ചി തെറ്റാണത്. അങ്ങനെയല്ല, ഇതെപ്പോഴും ലെസ് ദാൻ എന്നാണ് വരിക. ലെസ് ദാൻ ആ ഭാഗം വലുതായിരിക്കും, ചിലപ്പോ ഒക്കെ ഈക്വൽ ആവുകയും ചെയ്യും. നമുക്കത് ആവശ്യമില്ല, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അത് പ്രോപ്പർട്ടി എഴുതിയോ? മോഡ് Z1 Z2 ഈക്വൽസ് മോഡ് Z1 ഇൻറ്റു മോഡ് Z2. ഒരുപാട് പ്രോബ്ലം അല്ലേ, അവർ നാല് പ്രോഡക്റ്റ് ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പൊ അതൊന്ന് നോക്കി വെക്കാം. അപ്പൊ മോഡ് Z1 Z2 ഈക്വൽസ് മോഡ് Z1 ഇൻറ്റു മോഡ് Z2. മോഡ് Z1 ബൈ Z2 എന്താ? മോഡ് Z1 ബൈ മോഡ് Z2. അപ്പൊ ഇങ്ങനത്തെ ഒരു 4 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഇത് മാറ്റിയാണ് നിങ്ങൾ എഴുതിയില്ലേ? ശരി, എഴുതിക്കോ. ഇഫ് എക്സ് പ്ലസ് IY ഈക്വൽസ് A പ്ലസ് IB ബൈ A മൈനസ് IB. ഇതൊക്കെ വലിയ ക്വസ്റ്റ്യൻ ആയിട്ട് വലിയ ലെവലിലാണ് ടെക്സ്റ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അതിന്റെ ആവശ്യമില്ല, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇഫ് എക്സ് പ്ലസ് IY ഈക്വൽസ് A പ്ലസ് IB ഇൻറ്റു A മൈനസ് IB. എക്സ് പ്ലസ് IY ഈക്വൽസ് A പ്ലസ് IB ബൈ ഇൻറ്റു കേട്ടോ A പ്ലസ് IB ബൈ A മൈനസ് IB. അപ്പോ given തന്നുള്ളത് എന്താ? എക്സ് പ്ലസ് IY ഈക്വൽസ് A പ്ലസ് IB ബൈ A മൈനസ് IB ആണെന്ന്. പ്രൂവ് ദാറ്റ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽസ് 1. പ്രൂവ് ദാറ്റ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽസ് 1. ഇത് പ്രൂവ് ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽസ് 1 എന്ന് പ്രൂവ് ചെയ്യാം. നമുക്ക് കാര്യം ചെയ്യാം, ഒന്ന് എടുത്തെഴുതാം. എക്സ് പ്ലസ് IY എന്നല്ലേ ഞാൻ പറഞ്ഞത്? എക്സ് പ്ലസ് ഐ എന്നല്ല കേട്ടോ, IY ആണ്. അതൊന്ന് എടുത്തെഴുതാം. എക്സ് പ്ലസ് IY ഈക്വൽസ് A പ്ലസ് IB ബൈ A മൈനസ് IB. ഇവിടെ നിങ്ങൾ ഈ പ്രോബ്ലം കാണുമ്പോൾ ഇത് മോഡുലസ് ഉപയോഗിച്ച് ചെയ്യാനുള്ള പ്രോബ്ലം ആണെന്ന് ഓർക്കണം, അല്ലെങ്കിൽ കുടുങ്ങും. അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റും, ഭയങ്കര ടഫായിരിക്കും. പക്ഷെ മോഡുലസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇടപെടാൻ ആൻസർ വരും. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇക്വേഷൻ ആണല്ലോ, നിങ്ങൾക്ക് എന്ത് വേണം ചെയ്യാം. ഫൈൻഡ് മോഡ് എന്ന് പറയാൻ മോഡുലസ് ഓൺ ബോത്ത് സൈഡ്. രണ്ട് ഭാഗത്തും ഒരു ഇക്വേഷൻ ആണെങ്കിലേ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം, രണ്ട് ഭാഗത്തും ചെയ്യണമെന്ന് മാത്രം. ഇപ്പം നമ്മൾ രണ്ട് ഭാഗത്തും മോഡ് കാണാൻ പോവാണ്. എന്താ കിട്ടുക? മോഡ് എക്സ് പ്ലസ് IY ഈക്വൽസ് മോഡ് A പ്ലസ് IB ബൈ A മൈനസ് IB. അപ്പോഴാണ് നമ്മൾ ഓർത്തത് മോഡ് എക്സ് പ്ലസ് IY അങ്ങനെ തന്നെ എഴുതാം ഈക്വൽ ഇത് ഒരു കോംപ്ലക്സ് നമ്പറും ഇത് മറ്റൊരു കോംപ്ലക്സ് നമ്പറുമാണ്. കോൺജക്റ്റ് ആണ്, രണ്ട് കോംപ്ലക്സ് നമ്പർ ആണ്. നമുക്ക് മോഡ് Z1 ബൈ Z2 എന്ത് എഴുതാം? മോഡ് Z1 ബൈ മോഡ് Z2 എഴുതാം. അപ്പൊ ഇവിടെയും തിരിച്ചു കൊടുക്കാം. മോഡ് A പ്ലസ് IB ബൈ മോഡ് A മൈനസ് IB. അതാ മോഡുലസിന്റെ പ്രോപ്പർട്ടിയാണ് ഇവിടെ ഉപയോഗിച്ചത്. ഇനി എങ്ങനെ മോഡ് ആണ്? അതറിയാണല്ലോ, റൂട്ട് ഓഫ് റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ. അതങ്ങനെയല്ലേ മോഡ് കാണുന്നത്? അങ്ങനെയല്ലേ? അതന്നെ. ഈക്വൽസ് റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ ബൈ റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ. ക്ലിയർ അല്ലേ? ഇത് മോഡ് കാണുന്നത് കഴിഞ്ഞാൽ റൂട്ട് ഓഫ് സ്ക്വയർ ഓഫ് റിയൽ പാർട്ട് പ്ലസ്
സ്ക്വയർ ഓഫ് ഇമാജിനറി പാർട്ട്. അത് ഇവിടെ അങ്ങനെ തന്നെയല്ലേ, സ്ക്വയർ ഓഫ് റിയൽ പാർട്ട് പ്ലസ് സ്ക്വയർ ഓഫ് ഇമാജിനറി. സ്ക്വയർ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആവുന്നത്, ഇത് വെട്ടിപ്പോയി 1 കിട്ടി. അപ്പൊ എന്ത് കിട്ടി? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർഡ് ഈക്വൽ 1 എന്ന് കിട്ടി. പക്ഷെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 1 ആണല്ലോ. അതൊക്കെ ശരിയാക്കാം. സ്ക്വയറിങ് ബോത്ത് സൈഡ്, രണ്ട് ഭാഗത്ത് നമ്മൾ സ്ക്വയർ ചെയ്തു. അപ്പൊ എന്ത് സംഭവിക്കും? ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ റൂട്ട് പോവും, 1 സ്ക്വയർ 1 തന്നെയാണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ 1. ക്ലിയർ ആണോ? അപ്പൊ ഇത് മോഡുലസ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ ടെക്സ്റ്റിൽ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയല്ല. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. ടെക്സ്റ്റിൽ ചെയ്തുള്ള വഴിക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ തലറങ്ങി പോകും. അത്ര വലിയ ഇതിനെ കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് റിയൽ പാർട്ടുകളെ ഇക്വേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ആകെ കുഴഞ്ഞു മറിഞ്ഞാണ്. അത് നിന്റെ ആവശ്യമില്ല. ടക്ക് ആൻഡ് സോം. ഓക്കെ ആണോ? മനസ്സിലായോ? ഇത് ഓക്കെ ചെയ്യും. അപ്പോൾ മോഡുലസ് ഉപയോഗിച്ചുള്ള പ്രോബ്ലം ഒരു ഗ്രൂപ്പ് ആക്കി കൺസിഡർ ചെയ്തിട്ട് ചെയ്തു വെക്കണം. ചെയ്തോ, നമുക്ക് ആ ഗ്രൂപ്പും കൂടി ഇപ്പൊ തീർക്കാം. കോംപ്ലക്സ് നമ്പർ തീരാണ്. ഇപ്പൊ അതിൽ ഒരു സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്ന പ്രോസസ് ഉണ്ട്, പിന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ട്. രണ്ട് സിമ്പിളാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സിമ്പിൾ അല്ലേ, നിങ്ങൾക്ക് അറിയാം. അത് സോൾവ് ചെയ്യാനായിട്ട് നെഗറ്റീവ് പ്ലസ് മൈനസ് ഒക്കെ ചെയ്യാനറിയാം. ഇവിടെ ചെയ്യുമ്പോൾ ഡിസ്ക്രിമിനൻസ് ഫോർ എസ് നെഗറ്റീവ് ആയിരിക്കും. അത് ഡിഫറൻസ് ഉള്ളൂ. നമുക്ക് ചെയ്യാം. ഇത് കഴിഞ്ഞോ? ഓക്കെ. അടുത്തത് z1 ഈക്വൽസ് 2 മൈനസ് i, z1 ഈക്വൽസ് 2 മൈനസ് i, z2 ഈക്വൽസ് 1 പ്ലസ് i. അപ്പോ z1 ഈക്വൽസ് 2 മൈനസ് i, z2 ഈക്വൽസ് 1 പ്ലസ് i. 1 പ്ലസ് i ആണെന്നോ? ചോദ്യം ഇതാണ്, ഫൈൻഡ് മോഡ് z1 plus z2 plus 1 by z1 minus z2 plus 1 കാണാൻ. ഇതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ചോദ്യം എഴുതാം. നിങ്ങൾ ആ ചോദ്യം എടുത്തെഴുതണം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് വാല്യൂ എടുക്കാം. അപ്പൊ ഇത് കാണേണ്ടത് എഴുതി. മോഡ് എന്താണ്? z1 2 മൈനസ് i ആണ് z1, പ്ലസ് എന്താണ് z2 1 പ്ലസ് i പ്ലസ് 1 വേറെ ഉണ്ട്. അപ്പോ z1 അതിന്റെ വാല്യൂ കൊടുത്തു, z2 അതിന്റെ വാല്യൂ കൊടുത്തു, പ്ലസ് 1 എഴുതി. ഡിവൈഡഡ് ബൈ z1 എന്താ? 2 മൈനസ് i, വീണ്ടും മൈനസ്. നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും, ഈ മൈനസ് വരുമ്പോൾ ബ്രാക്കറ്റ് വേണം, അല്ലെങ്കിൽ അതിന്റെ വാല്യൂ മാറിപ്പോകും. എന്താണ് z2? എവിടെയത്? 1 പ്ലസ് i പ്ലസ് 1 വേറെ ഉണ്ട് അല്ലെ? ഈക്വൽസ് മോഡ്, ഈ ഇത് വെട്ടിപ്പോയി, 2 പ്ലസ് 1 എന്താ? 4 അല്ലേ? 2 പ്ലസ് 1 4 ബൈ 2 മൈനസ് i മൈനസ് 1 മൈനസ് i പ്ലസ് 1. ശരിയാണോ? 2 മൈനസ് i മൈനസ് 1 മൈനസ് i ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതാ. ഇവിടെ 1ഉം 1 ഒക്കെ വെട്ടിപ്പോയി. ഈക്വൽസ് മോഡ് 4 ബൈ 2 മൈനസ് 2i. ശരിയാണോ? 4 ബൈ 2i മൈനസ് i 2i. നിങ്ങൾ ടെക്സ്റ്റിൽ പറയുന്നത് ഇതിനെ ഡിവൈഡ് ചെയ്യാനാ, കോൺജുഗേറ്റ് ഡിവൈഡ് ചെയ്യാൻ. നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്കറിയാം, രണ്ട് ആളുടെ മോഡ് കാണാനായിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ എങ്ങനെയാ? മോഡ് 4 ബൈ മോഡ് 2 മൈനസ് 2i എന്ന് വരും. മോഡ് 4 നമുക്ക് അറിയാം 4 അല്ലേ? മോഡ് 4 ആണോ? ഈക്വൽസ് 4. അപ്പോ 4ന്റെ മോഡ് ആബ്സല്യൂട്ട് വാല്യൂ 4 ആണ്. ഇതിന്റെ മോഡ് എങ്ങനെയാണ്? ബൈ റൂട്ട് ഓഫ് 2 സ്ക്വയർഡ് പ്ലസ് 2 സ്ക്വയർഡ്, സ്ക്വയർ ഓഫ് റിയൽ പാർട്ട് പ്ലസ് സ്ക്വയർ ഓഫ് ഇമാജിനറി പാർട്ട്. ഈക്വൽസ് എന്ത് കിട്ടും? 4 ബൈ റൂട്ട് 4 പ്ലസ് 4 എന്ന് കിട്ടും. ഈക്വൽ 4 ബൈ റൂട്ട് 8 എന്ന് കിട്ടും. വേണമെങ്കിൽ ഇനി സിംപ്ലിഫൈ ചെയ്യാം, വേണമെന്നില്ല, അവിടെ നിർത്താം. ഇത്രേ ഉള്ളൂ. ചെയ്തോ, വെറുതെ ചെറിയ കണക്ക്. പക്ഷെ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഈ മോഡ് ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. നമുക്കത് ഒന്ന് നോക്കി പഠിക്കണം.
രമേശ് ഒരുപാട് ക്വസ്റ്റൻ ഇല്ല, ആകെ 4 ക്വസ്റ്റൻ ഉള്ളോ. ആ 4 ഒരു ഗ്രൂപ്പായി കൺസിഡർ ചെയ്ത് പഠിക്കാം. അപ്പൊ കാര്യം കഴിഞ്ഞു. വേഗം ചെയ്യും പെട്ടെന്ന് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തീർക്കാം. തീർന്നോ? ഓക്കെ, ശരി. അപ്പൊ അടുത്തത് ഇഫ് എക്സ് പ്ലസ് ഐ വൈ ഈക്വൽസ് root of x plus iy equals root of a minus ib by c minus id. So x plus iy plus ആണോ മൈനസ് ആണോ? മൈനസ് ആണ് കേട്ടോ. x minus iy equals root of a minus ib by c minus id. x minus iy equals ആണോ എങ്കിൽ പ്രൂവ് ചെയ്യാനുള്ളത് x square plus y squared all squared, ഒന്നും പറയണ്ട, all squared ആണോ, all squared equals a square plus b squared by c squared plus d squared എന്ന് പ്രൂവ് ചെയ്യാം. നമ്മൾ ഇവിടെ ചെയ്യുന്ന ടെക്സ്റ്റൽ വഴിക്കല്ല നമ്മൾ ചെയ്യുക. ടെക്സ്റ്റൽ വഴി ഭയങ്കര ടഫാണ്. നമ്മൾ വേറെ വഴിക്കാണ് ചെയ്യുക. പ്രോപ്പർട്ടീസ് ഓഫ് മോഡുലസ്. ശരിക്കും നിങ്ങൾക്ക് പ്രോപ്പർട്ടീസ് ഓഫ് മോഡുലസ് ചെറിയ ഭാഗമായിട്ടാണ് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്, നമുക്ക് വലിയ ഭാഗമാണ്. ശരി, നോക്കൂ, നമ്മളൊരു കാര്യം ചെയ്യാൻ പോവാണ്. ഇങ്ങനെ കിട്ടിയില്ലോ, ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് ഒരു ഡിസ്കംഫർട്ട്, ആകെ ഒരു സുഖമല്ല, റൂട്ടൊക്കെ ആയിട്ട്. ഒരു കാര്യം ചെയ്യാം, ഇത് പ്രോബ്ലം ആണ്, ഞാൻ എടുത്ത് എഴുതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എക്സ് മൈനസ് ഐ വൈ ഈക്വൽസ് റൂട്ട് ഓഫ് എ മൈനസ് ഐ ബി ബൈ സി മൈനസ് ഐ ഡി എന്നതാണുള്ളത്. നമുക്കൊന്ന് സ്ക്വയർ ചെയ്യാം. സ്ക്വയറിങ് ബോത്ത് സൈഡ്. എന്തിനു വേണ്ടിട്ടാ അറിയോ? ഈ ഭാഗത്തുള്ള റൂട്ട് ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എന്ത് കിട്ടും? എക്സ് മൈനസ് ഐ വൈ ഓൾ സ്ക്വയർ എന്ന് കിട്ടും. കിട്ടിക്കോട്ടെ. ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് പോകും. അപ്പൊ എന്ത് കിട്ടും? എ മൈനസ് ഐ ബി ബൈ സി മൈനസ് ഐ ഡി എന്ന് കിട്ടും. ശരിയല്ലേ? ഞാൻ ഇതിനെ എക്സ് മൈനസ് ഐ വൈ ഇൻറ്റു എക്സ് മൈനസ് ഐ വൈ എന്ന് എഴുതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഈ എ മൈനസ് ബി ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി എ മൈനസ് ബി അല്ലേ? അതുപോലെ എക്സ് മൈനസ് ഐ വൈ ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് ഐ വൈ ഇൻറ്റു എക്സ് മൈനസ് ഐ വൈ അല്ലേ? ഈക്വൽ എ മൈനസ് ഐ ബി ഡിവൈഡഡ് ബൈ സി മൈനസ് ഐ ഡി. കുഴപ്പമില്ലല്ലോ. ഇനി മോഡ് കാണാൻ പോവാണ്. ഫൈൻഡ് മോഡ് ഓൺ ബോത്ത് ദ സൈഡ്. രണ്ട് ഭാഗത്തും നമ്മൾ മോഡ് കാണും. അപ്പോ എന്ത് കിട്ടും? മോഡ് എക്സ് മൈനസ് ഐ വൈ ഈക്വൽസ് മോഡ് എ മൈനസ് ഐ ബി ബൈ സി മൈനസ് ഐഡിയ. ഇവിടെയാണ് നമ്മുടെ ഐഡിയ നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താണ്? ഇത് രണ്ട് കോംപ്ലക്സ് നമ്പറാ. മോഡ് വന്നാൽ തിരിച്ചു കൊടുക്കാം, അതല്ലേ? മോഡ് സെഡ് വൺ ഇത് മോഡ് സെറ്റ് ടു എന്താ? മോഡ് സെഡ് വൺ സെറ്റ് ടു അല്ലേ? അത് നമുക്ക് ചെയ്യാം. അപ്പൊ എന്താ വരിക അവിടെ? മോഡ് എക്സ് മൈനസ് ഐ വൈ മോഡ് എക്സ് മൈനസ് ഐ വൈ ഈക്വൽ, ഇവിടെ തിരിച്ചു കൊടുക്കാം. ബൈക്കും ആ പ്രോപ്പർട്ടി ഉണ്ട്. മോഡ് എ മൈനസ് ഐ ബി ബൈ മോഡ് സി മൈനസ് ഐ ഡി. എന്താണ് മോഡ് എക്സ് മൈനസ് ഐ വൈ? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർഡ് പ്ലസ് വൈ സ്ക്വയർഡ്. പറയേണ്ട കാര്യമില്ലല്ലോ. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർഡ് പ്ലസ് വൈ സ്ക്വയർഡ് ഈക്വൽ റൂട്ട് ഓഫ് എ സ്ക്വയർഡ് പ്ലസ് ബി സ്ക്വയർഡ് ബൈ റൂട്ട് ഓഫ് മോഡ് എന്താ? സി സ്ക്വയർഡ് പ്ലസ് ഡി സ്ക്വയർഡ്. മറച്ചു റൂട്ടിലെ നമുക്കൊന്ന് സ്ക്വയർ ചെയ്യാം. അപ്പൊ എന്താ കിട്ടും? സ്ക്വയറിങ് ബോത്ത് ദ സൈഡ്. ഇവിടെ റൂട്ട് ഒക്കെ റൂട്ട് പോകും. അപ്പൊ എന്ത് കിട്ടും? എക്സ് സ്ക്വയർഡ് പ്ലസ് വൈ സ്ക്വയർഡ് ഇൻറ്റു എക്സ് സ്ക്വയർഡ് പ്ലസ് വൈ സ്ക്വയർഡ് ഈക്വൽ എ സ്ക്വയർഡ് പ്ലസ് ബി സ്ക്വയർഡ് ബൈ സി സ്ക്വയർഡ് പ്ലസ് ഡി സ്ക്വയർഡ് എന്ന് കിട്ടും. എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർഡ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർഡ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർഡ് ഓൾ സ്ക്വയർഡ്. ആൻസറായി അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു സ്റ്റെപ്പ് കൂടി എഴുതും. ഒരു ചെറിയ സ്റ്റെപ്പ് കൂടി എഴുതിയിട്ട് അവസാനിപ്പിക്കാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർഡ് ഓൾ സ്ക്വയർഡ് ഈക്വൽ ചെയ്തോ?
അപ്പോൾ നമ്മൾ ചെയ്തോ ലോഗിൻ ചെയ്തിട്ട് ഒന്നുകൂടി ലോഗിൻ ചെയ്യാം, അവിടെ വെയിറ്റ് ചെയ്യാം, ലോഗ് ഓഫ് ലോഗിൻ ചെയ്യാം.